വെള്ളത്തിൻ്റെ ആ ഒരു പവർ കണ്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പൂരി ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടത്തിലാണ്. വളരെ മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. കുളിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ് ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഈ പൂവിൻ്റെ പേരറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക എന്ത് പൂവാണെന്ന്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്പൂരി ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടത്തിലെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പൂരി ജംഗ്ഷനിലേക്കാണ്. അപ്പോൾ അമ്പൂരി ജംഗ്ഷൻ എത്ര ആയിട്ടുണ്ട്. അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് നേരെ ഇടത്തോട്ട് കിടക്കുന്ന റോഡേ വേണം നമുക്ക് ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ളത്. ഇടത്തോട്ടുള്ള റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരമുള്ളൂ. നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നാടൻ പുഴമീനും കപ്പയും എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം നമുക്കവിടെ. ആ ബോർഡിൻ്റെ അവിടെ നമ്മൾ വാഹനം പാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പം പോകുന്നത് ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ്, അമ്പൂരി. അപ്പം നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് തിരിക്കാം. ഈ കുരിശടിയുടെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇടത്തോട്ട് താഴോട്ടൊരു ചെറിയ റോഡ് കിടപ്പുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് ഇരിപ്പാങ്കുഴിയിലേക്ക് പോകേണ്ടത്. ഇതുവഴി ബൈക്കൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ. പക്ഷേ നമ്മൾ ബൈക്കിലല്ല, നമ്മൾ നടന്നാണ് വരുന്നത്. അപ്പം ബൈക്കൊക്കെ ഇതുവഴി ഇറക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാനായിട്ട് കഴിയും. ആ പച്ചപ്പൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് റോഡാണ് കണ്ടില്ലേ, ഒരു കോൺക്രീറ്റ് റോഡാണ് ഇവിടെ കിടക്കുന്നത്. ഒരു കുത്തൻ ഇറക്കമാണ്. അപ്പോൾ ഇപ്പം വലുതായിട്ട് മഴയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ബൈക്കൊക്കെ ഇറങ്ങി വരുന്നൊരു ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ. ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. ഇത് താഴെ കാണുന്നില്ലേ, അപ്പോൾ അതാണ് ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് ഭാഗമാണ് നമ്മളിപ്പോൾ താഴെ കാണുന്നത്. നമ്മളതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൻ്റെ അവിടേക്കാണ് നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത്. അപ്പോൾ ആ വഴി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു വീട് കാണാം കേട്ടോ. ഇവിടെ ഒരു പൊളിഞ്ഞ വീട് കാണാം. അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഇരപ്പൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഈ പൊളിഞ്ഞ വീട്ടിൻ്റെ അതുവഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ പൊട്ടിപ്പൊളിഞ്ഞൊരു വീട് കിടപ്പുണ്ട്. അപ്പം അതുവഴിയാണ് നമ്മൾ നേരെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പ്ലാവിൽ നിറച്ച് ചക്കയൊക്കെ കാച്ചി കിടപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തുന്നതായിരിക്കും. നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഇനി നടന്നാൽ നേരെ ഇതിൻ്റെ താഴെ എത്തുന്നതായിരിക്കും. നമ്മളിവിടെ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആണെങ്കിൽ ഇത് നിറഞ്ഞ് വെള്ളം കവിഞ്ഞൊഴുകുന്നതായിരിക്കും. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുകളിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ല കാണാനൊക്കെ ഭംഗിയുള്ളൊരു നല്ലൊരു സ്ഥലമാണ് ഇവിടെ. വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെയുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ അത്യാവശ്യം നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. നല്ല ആഴമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട് ഇവിടെ. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ ഈ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് വെള്ളച്ചാട്ടമായിട്ട് താഴേക്ക് പതിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ നമുക്കിവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. നമ്മൾ ആ കാണുന്നതാണ് ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആഴം കുറവാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത്. നല്ല തെളിഞ്ഞ കിടപ്പുണ്ട്. ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ ആഴം കുറവാണ് കേട്ടോ. നമ്മൾ ഇടുപ്പിന്റെ അതുവരെ വെള്ളം വരുന്നുള്ളൂ. അപ്പോൾ അത് കംഫർട്ടബിൾ ആയിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ നീന്തി കുളിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ് ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇവിടെ ആഴം കുറവാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. പക്ഷേ ഇതിൻ്റെ താഴോട്ടൊക്കെ അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴോട്ടൊക്കെ നല്ല ആഴമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പം കാണുന്നത് ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ആഴമുള്ള ഭാഗം വരുന്ന ഈ താഴോട്ടുള്ള ഭാഗത്താണ് ആഴം വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അവിടെയൊക്കെ നല്ല ആഴമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ മീനൊക്കെ പിടിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് അവിടെ. ഇവിടെ വലിയ തിരക്കൊന്നുമില്ലാത്ത സ്ഥലം കൂടെയാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ് ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ നമുക്ക് കുറേ ദൂരമൊക്കെ നടന്ന് പോകാൻ പറ്റും. താഴോട്ടാണ് ഇതിൽ ആഴം കൂടുതലായിട്ട് വരുന്നത്. നമ്മളിപ്പം കാണുന്നത് ഇരിപ്പാങ്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുകളിലത്തെ കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ നേരത്തെ താഴെ ഇടുന്നത് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ടും കുറച്ച് നല്ല കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതായിരിക്കും. ഇതിൻ്റെ മുകളിൽ പുറത്തിത്തോട്ടമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മുകളിൽ ഏറ്റവും മുകളിലാണ് വരുന്നത്. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. സൈഡ് ചുറ്റും കാടാണ്. അപ്പോൾ കാടിൻ്റെ ഒരു ഇടയ്ക്കൂടെയാണ് വെള്ളച്ചാട്ടം വന്നിട്ടുള്ളത്. താഴെ മീൻ പിടിക്കാനൊക്കെ ആൾ നിൽപ്പുണ്ട്. കാണാനായിട്ട് സാധിക്കും. മീൻ പിടിക്കാൻ പറ്റിയൊരു സ്പോട്ടും കൂടെയാണ് കേട്ടോ. ഇവിടെ മീൻ പിടിക്കാനൊക്കെ താഴെയൊക്കെ ആൾ നിൽപ്പുണ്ട്. അപ്പോൾ മീൻ പിടിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ് ഇവിടെ. താഴെയൊക്കെ നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെയാണ് കുറച്ച് വെള്ളമുള്ളത്. ഇതിൻ്റെ താഴോട്ടൊക്കെ നിറച്ച് വെള്ളം കിടപ്പുണ്ട്.
ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയൊരു ദിവസം കാണാം.